തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നാളെയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ തളിപ്പറമ്പ് ആന്തൂരിൽ മൊറാഴയിൽ പക്ഷേ തെരഞ്ഞെടുപ്പില്ല, വോട്ടില്ല. കാരണം എതിരാളി ഇല്ലാതെ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ എത്ര കാലമായി ഈ തദ്ദേശത്തിൽ വോട്ട് ചെയ്തിട്ട്? അങ്ങനെ ഒരു ദീർഘകാലം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ആരെങ്കിലും എവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ മത്സരിക്കാറുണ്ട്. അപ്പോൾ ഒരു മത്സരം എന്ന് പറയുന്ന രീതിയിൽ മത്സരം സംഘടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പരിചയമുള്ളവരോ ഇവിടെയുള്ളവരോ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാറില്ല. ഇവിടെ ഇല്ലതനും. സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഉണ്ടാവാറില്ല, ആരും സ്ഥാനാർത്ഥിയാവാറില്ല, നോമിനേഷൻ കൊടുക്കാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ CPM ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയും പ്രസ്ഥാനവും. അതുകൊണ്ട് മൊറാഴ ഇപ്രാവശ്യവും തിരഞ്ഞെടുപ്പില്ല എന്ന് മാത്രമേ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുമ്പോൾ എതിരാളികളൊക്കെ ഉള്ളതല്ലേ? അല്ല, എതിരാളികൾ നല്ലത് തന്നെയാണ്. പക്ഷേ രാജ്യത്താകെ ലോകത്താകെ എതിരാളികളുണ്ടല്ലോ. ഒരു പ്രദേശത്ത് മാത്രം എതിരാളികളില്ല എന്നുള്ളതുകൊണ്ട് എതിരാളികളില്ല എന്ന് ഇന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയ എതിരാളികളുണ്ട്, രാഷ്ട്രീയ ശത്രുക്കളില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൊറാഴയിലൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. മൊറാഴയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ ഉള്ളൂ. അത്രയും സംഘടനാ പ്രവർത്തനം നടത്താറില്ല അവരാരും. ഇവിടെ CPM മാത്രമാണ് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി വെച്ചാൽ ആന്തൂർ നഗരസഭയിൽ ഭീഷണിയാണ്, ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നാൽ പിന്തുണയ്ക്കുന്നവരെ ഭീഷണിയാണ്, പിന്തിരിപ്പിക്കുന്നു എന്നൊക്കെയാണ്. ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് കുറേ എല്ലാ കൊല്ലവും പറയലുണ്ട്. അവർക്ക് ആളെ കിട്ടാതിരിക്കുമ്പോൾ എല്ലാം പറയുന്ന ഒരു സ്ഥിര ഏർപ്പാട് മാത്രമാണ്. അതിപ്പോൾ എല്ലാവർക്കും ശീലമായി. പക്ഷെ ഒന്നാം ഘട്ടം പൂർത്തിയായി. 70% പോളിംഗ് നടന്നിട്ടുണ്ട്. എന്താണ് ആദ്യഘട്ടത്തിൽ മാഷിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു വിലയിരുത്തൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഇപ്രാവശ്യം. ഇനി കഴിഞ്ഞ 7 അങ്ങനെയാണ്, ഇനി നാളെ വരാൻ പോകുന്ന 7 അങ്ങനെ തന്നെയാണ്. ചരിത്രം കണ്ട ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുന്നേറ്റവും വിജയവുമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കേരളത്തിലുടനീളം ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ 7 ജില്ലകളിൽ പൂർത്തിയായിട്ടുണ്ട്. അവിടെ അത് തന്നെയാണ്. ശബരിമല ഒരു തിരിച്ചടിയാവുമോ? ശബരിമല എന്ത് തിരിച്ചടിയാവേണ്ടത്? ഞങ്ങൾ ഉറച്ച നിലപാട് അന്നും ഇന്നും ഒരേപോലെ എടുക്കല്ലേ. ശബരിമലയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാവേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല.